പ്രവേശനോത്സവം നടത്തി. തേവലക്കര കോയിവിള ഷെരീഫുൽ ഇസ്ലാം ജമാഅത്ത് മദ്രസയിലാണ് പ്രവേശനോത്സവം നടത്തിയത്. ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞയും ഇതോടനുബന്ധിച്ച് നടത്തി. തേവലക്കര കോയിവിള ഷെരീഫുൽ ഇസ്ലാം ജമാഅത്ത് മദ്രസയിലാണ് പ്രവേശനോത്സവം നടത്തിയത്. BKLM ചവറ മേഖല വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൗലവി ഉദ്ഘാടനം നിർവഹിച്ചു. നിസ്കരിക്കുന്നതും മറ്റു പലതും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ആ മദ്രസയുടെ പല ഗുണം കൊണ്ട് മാത്രമാണ്. ഖുർആന്റെ ഓരോ അക്ഷരവും ഇപ്പോൾ നമ്മൾ ഓതുമ്പോൾ എളുപ്പമായി കിട്ടിയത് ആ കാലത്ത് ഉള്ള ഉസ്താദുമാർ ഒരുപാട് പുരോഗതി ഇല്ലാത്തവരാണെങ്കിൽ പോലും മറ്റു നിലയ്ക്ക് പുരോഗതി, ഭൗതിക പുരോഗതി, അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടാണ് നമ്മളെല്ലാം ഇന്നിങ്ങനെയൊക്കെ മുസ്ലിമായി കാര്യങ്ങളൊക്കെ കുറെ അറിയാം, ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു. ജമാഅത്ത് ചെയർമാൻ അഷ്റഫ് ഇഞ്ചക്കൽ അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് സെക്രട്ടറി ഇബ്രാഹിംകുട്ടി സ്വാഗതം പറഞ്ഞു. അബ്ദുൽ ബാരി മുസ്ലിയാർ ആമുഖ പ്രസംഗം നടത്തി. കരുനാഗപ്പള്ളി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ഷിഹാസ് എച്ച് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കൊല്ലം ജില്ലയിൽ മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10 വർഷത്തിന് മുമ്പ് ഇത്തരം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകൾ, ഞാൻ മയക്കുമരുന്നുകളുടെ പേരുകളൊന്നും പറയുന്നില്ല, ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ എന്ന് പറയുന്നത് ഈ കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ ഒരു 15 കേസ് അല്ലെങ്കിൽ 20 കേസുകൾ മാത്രമായിരുന്നു ഒരു വർഷത്തിനുണ്ടാകുന്നത്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഈ കഴിഞ്ഞ 2024 മാത്രം കരുനാഗപ്പള്ളി റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്തത് 117 കേസുകളാണ്. ഇതോടനുബന്ധിച്ച് പ്രതിജ്ഞയും എടുത്തു. ലഹരിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും അൻസാർ അബ്ദുൽ വഹാബ്, ദക്ഷിണ കേരള ലജനത്തിൽ മുഅല്ലമീൻ ചവറ മേഖല വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞു മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവേശനോത്സവത്തിൽ നിരവധി കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.